പിന്നെ പൊട്ടിയൊക്കെ പൂവൊക്കെ പൊട്ടി കായ്ച്ചൊക്കെ വന്നതേ ഉള്ളൂ. ഇത് മേലേക്ക് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ ബിവേറിയയും ഒരു 15 അല്ല ഒരു 10 ദിവസം ഇടവിട്ട് ഇങ്ങനെ ബിവേറിയയും ഈ സുഡോമോൺസ് ഇങ്ങനെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രോഗം വരാതെ നമുക്ക് കൃഷിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വളപ്രയോഗം ഞാൻ പിന്നെ ബയോമിൽ ചേർക്കണത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് തന്നെയല്ല നമുക്ക് പിന്നെ ചാണകപ്പൊടിയോ പിന്നെ അതുപോലെ തന്നെ കോഴിവളം, മറ്റു ബയോ കമ്പോസ്റ്റ്, മറ്റ് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. പിന്നെ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം, വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിന്നെ പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യും. ഒരു പരിധിവരെയൊക്കെ ചെറിയ ചെറിയ കീടങ്ങളൊന്നും ഇലയിൽ വന്ന് കടിക്കില്ല. ചെറിയൊരു കയ്പ് ഇലയ്ക്കുണ്ടാകും.